വിദഗ്ധ സംഘം നടത്തിയത്. ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. 80 അടി ഉയരത്തിലാണ് ഈ പൊട്ടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് മോഡറേറ്റ് ചെയ്ത ആളുകൾ വിടുന്നതിന് പുറമെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ട്രാഫിക് പൂർണ്ണമായ രീതിയിൽ സജ്ജമായതാണ്. പക്ഷെ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും അവിടെ ചെറിയ ചില പ്രശ്നങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു വെള്ളച്ചാൽ രൂപീകരിക്കപ്പെട്ടതായി കണ്ടു. അതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണം തുരന്തത്തിലെ ഈ വഴിയിലെ ചുരത്തിലെ യാത്രയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവിടെ നല്ല ശബ്ദത്തോടു കൂടിയിട്ടുള്ള ഒരു പൊട്ടൽ വീണ്ടും ഉണ്ടായതായിട്ടാണ് ബന്ധപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ട്രാഫിക് ബ്ലോക്ക് ചെയ്തത്. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ കോളം കോളായിട്ടാണ് ഈ പാറ പൊട്ടിയിട്ടുള്ളത്. അതായത് 80 ഫീറ്റ് മുകളിൽ നിന്ന് പാറ പൊട്ടിയിട്ടുള്ളത് ബ്ലോക്കായി ചെതറിയിരിക്കുകയാണ്. അതിലെ ഒരു ബ്ലോക്ക് താഴത്തേക്ക് പോയതിനെ തുടർന്നാണ് അവിടെ വെള്ളച്ചാൽ രൂപപ്പെട്ടത് എന്നാണ് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു നിഗമനം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂറിൻ്റെ ഡ്രൈ സ്പെൽ ഉണ്ടായാൽ മാത്രമേ ഈ പൊട്ടൽ താഴത്തോട്ട് പോയിട്ടുണ്ടോ എന്നും ഏതാണ്ട് സോയിൽ പൈപ്പിംഗ് പോലെ താഴത്ത് നിന്ന് വെള്ളത്തെയോ മണ്ണിനെയോ റോഡ് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ തള്ളിപ്പോയിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും. അത് പൂർണ്ണമായിട്ട് പരിശോധിക്കാതെ റിസ്ക് എടുത്തിട്ട് വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ വിടൽ കുറച്ച് ഗൗരവപ്പെട്ടതാണ്. നമ്മളിപ്പോൾ വളരെ അടിയന്തരമായി 6:30 മണിക്ക് വയനാട് ജില്ലയുടെ DDMA കൂടിയിരുന്നു. ഇപ്പോൾ ഈ നേരത്ത് കോഴിക്കോട് ജില്ലയിലെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ യോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇപ്പോൾ 2 ജില്ലകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. DDMAയുടെ യോഗം കൂടി കഴിഞ്ഞ് കുറച്ചു നേരം ഒരു ഒഴിവ് കിട്ടിയാൽ നമുക്ക് ചെറിയ വാഹനങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും. പക്ഷേ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇപ്പോൾ വിടുന്നത് അത്ര ഗുണകരമായിരിക്കില്ല. എന്ന് മാത്രമല്ല, ഇന്ന് രാത്രിയും പൂർണ്ണമായിട്ടുള്ള മഴ കാണുന്നുണ്ട്. നാളെ രാവിലെയോടുകൂടി ഒരു 2-3-4 ദിവസത്തേക്ക് മഴയുണ്ടാകുമെങ്കിലും പൊതുവിൽ മഴയ്ക്കൊരു ഒഴിവ് കാണുന്നുണ്ട്. ആ ഒഴിവ് കൂടി കരുതിയിട്ട് വേണം നമുക്ക് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സോയിൽ സാങ്ച്വറേറ്റഡ് ആവുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ ഒരു പൊതു പ്രശ്നം നിങ്ങൾക്കറിയാം. വെള്ളം വരുന്നത് സാധാരണ മഴയേക്കാൾ ഭീകരമായ വിധത്തിൽ കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സോയിൽ സാങ്ച്വറേഷനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ കാര്യത്തിൻ്റെ ഗൗരവങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് വേണം തുടർ നടപടികൾ നമുക്ക് കാണാൻ വേണ്ടി. കുറ്റാടി ചുരത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ലാൻഡ് സ്ലൈഡിൻ്റെ വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു. അതിപ്പോൾ പ്രശ്നമില്ലാതായി. അടിയന്തരമായി നാളെ തന്നെ, ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ PWDയുമായിട്ട് പ്രാഥമികമായിട്ടുള്ള സംസാരം നടത്തിയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ മഴ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റ്യാടി ചുരം പൂർണ്ണമായിട്ടും മോട്ടറബിൾ ആക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ, ഇനി ഏതെങ്കിലും വിധത്തിലുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കണം എന്ന് പറഞ്ഞു. കുറ്റ്യാടി റോട്ടിൽ 2 ചെയിനേജിൽ തുടർച്ചയായിട്ട് വാഹനങ്ങൾ വന്നാൽ റോട്ടിലുള്ള ചെറിയ പ്രയാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ജില്ലാ കളക്ടറോട് തന്നെ, കോഴിക്കോട് ജില്ലാ കളക്ടറോട് തന്നെ ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള റിപ്പയർ നടത്താൻ അടിയന്തരമായി PWD വിഭാഗത്തിനോട് തന്നെ പറയണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുറ്റ്യാടി ചുരം എപ്പോഴും മോർട്ടബിളായിട്ടിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ്. ഇവിടെ യാത്രയിൽ ഏതെങ്കിലും ദുരിതം ഉണ്ടായാൽ ഇപ്പോഴത്തെ സാധ്യത വെച്ച് ഒരു നാളെ രാവിലെയോടുകൂടി ഒരു ഡ്രൈ സ്പെൽ ഉണ്ടായാൽ ആദ്യം ചെറിയ വാഹനങ്ങളെ മോഡറേറ്റ് ചെയ്ത് വിടാം. പക്ഷെ വലിയ വാഹനങ്ങൾ വിടണമെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്കായിട്ട് വെള്ളം വരുന്ന സാഹചര്യത്തിൽ താഴത്തോട്ടേക്ക് ആ വിള്ളലുണ്ടായിട്ടുണ്ടോ, റോഡിന്റെ താഴത്തേക്ക് ഈ പാറയുടെ ഭിത്തി വഴി വിള്ളലുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കൂടി വേണ്ടി വരും. ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള എമർജൻസി ഉണ്ടായാൽ അത് നോക്കാൻ വേണ്ടി ചെയിൻ ടൈപ്പുള്ള ഹിറ്റാച്ചിയും ക്രെയിനുകളും അവിടെ നമ്മൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആസ്ക ലൈറ്റും ടവർ ലൈറ്റും അവിടെ ഉണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണ സമയം അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വയനാട് ജില്ലാ കളക്ടർ ആ സ്ഥലത്ത് പോയിരുന്നു. കോഴിക്കോട്ടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോയിരുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടറോട് നാളെ നേരിട്ട് ഫിസിക്കലായിട്ട് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ജില്ലാ കളക്ടർമാരും ഏതാണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൂടുതൽ ശക്തമായി വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായ റിസ്ക് എടുക്കുന്ന ബുദ്ധിയായിരിക്കില്ല. വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നത് മഴയൊന്നു തോർന്ന് ഒരു ഡ്രൈ സ്പെല്ലിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ
2-3 തരത്തിലുള്ള പരിശോധന സാധാരണ നിലയ്ക്ക് അവിടെ നടത്തേണ്ടി വരും. GPRും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താഴത്തേക്ക് ഇത് പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അതനുസരിച്ചായിരിക്കും വലിയ വാഹനങ്ങൾ കടത്തിവിടുക. ചെറിയ വാഹനങ്ങൾ നമുക്കൊന്ന് മഴയൊന്ന് തോർന്നു കിട്ടിയാൽ പോലീസിന്റെ എസ്കോർട്ടും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആകാൻ പറ്റും. 2 കളക്ടർമാരോടും പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം ആ ഭാഗത്ത് ഏർപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ വയനാടിന്റെ ഭാഗത്തുനിന്നുള്ള വയനാട് ജില്ലാ കളക്ടർ അടക്കമുള്ളവരാണ് അവിടേക്ക് എത്തിയത്. അല്ല, ഞാൻ മന്ത്രി കെ രാജനാണ് മാധ്യമങ്ങളെ കണ്ടത്. താമരശ്ശേരി ചുരത്തിൽ മണ്ണൊലിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ യാത്രക്കാരെല്ലാം സഹകരിക്കണമെന്നാണ് മന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.